നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാസയിലെ കൂട്ടക്കുരുതി കേന്ദ്ര ഗവൺമെന്റ് ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്ന് തോമസ് ഉണ്ണിയാടൻ MLA. എടത്തിരുത്തി സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണി കൺവെൻഷൻ നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മധുമുക്തി ലഹരി വിരുദ്ധ കർമ്മ പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഗാസയിലെ കൂട്ടക്കുരുതി കേന്ദ്ര ഗവൺമെന്റ് ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്ന് തോമസ് ഉണ്ണിയാടൻ MLA. പാലസ്തീന്റെ മക്കൾ ജന്മനാടിന് വേണ്ടിയുള്ള പോരാട്ടത്തെ പാർലമെന്റിൽ എതിർക്കുകയും മുസ്ലിം രാഷ്ട്രത്തിൽ പോയി അനുകൂലിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഇന്ത്യയിലെ 100 കോടി ജനങ്ങളുടെ പൊതു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് സർക്കാർ എതിർക്കുന്നത്. ഇന്ത്യയുടെ മഹത്തായ ചേരിചേരാ നയത്തിന് എതിരാണ് ഈ നിലപാട്. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച ശിഹാബ് തങ്ങൾ അനുസ്മരണവും റംസാൻ റിലീഫ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ത്യാഗത്തോടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ട് നടക്കുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരുപാട് നല്ല വാക്കുകൾ നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധിയായിട്ടുള്ള സമ്മേളനങ്ങൾ, സമുദായപരമായിട്ടുള്ള സമ്മേളനങ്ങൾ, ആത്മീയ സമ്മേളനങ്ങൾ, അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് ഈ നോയമ്പ് കാലത്ത് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു ദീർഘമായിട്ടുള്ള ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ് റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി EP കമറുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി മുഖ്യാതിഥിയായിരുന്നു. PM അബ്ദുഹാജി, CK അഷ്റഫ് അലി, ഗീത വിനോദൻ, VC അബ്ദുൾ ഗഫൂർ, ജലാൽ ഹാജി, കമാൽ മൗലവി, PH ഷെഫീഖ്, ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. 1200 കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റും, കിഡ്നി ഡയാലിസിസ്, ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം, യത്തീമുകൾക്കും വിധവകൾക്കും പെരുന്നാൾ വസ്ത്രം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തി മസ്കറ്റ് സർക്കാരിന്റെ അൽഫുദ്ദീൻ അവാർഡ് നേടിയ അബ്ദുൾ അസീസ് തളിക്കുളത്തിന് ശിഹാബ് തങ്ങൾ സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള സ്വാഗതവും ട്രഷറർ PM അബ്ദുൾ ജബ്ബാർ നന്ദിയും പറഞ്ഞു. എടത്തിരുത്തി സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണി കൺവെൻഷൻ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം നമ്മുടെ പാർട്ടി നേതൃത്വത്തിനും ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള പിന്തുണ ഐക്യജനാധിപത്യ ജില്ലാ നേതൃത്വത്തിന്റെയും പ്രവർത്തനത്തിനുള്ള നേതൃത്വത്തിലായാലും നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തായാലും ഐക്യജനാധിപത്യത്തിന് മുൻതൂക്കമുള്ള 3 പഞ്ചായത്തുമാരുന്ന ഈ പ്രദേശത്ത് കൃത്യമായി വോട്ട് പോളിംഗ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ടേഴ്സിലുള്ള അപാകതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയപ്പോഴും ഐഡന്റിറ്റി കാർഡ് കൃത്യമായി എടുക്കുകയും കള്ളവോട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ ഐക്യജനാധിപത്യത്തിന്റെ പേരിൽ വ്യക്തമായ ജയിക്കുന്ന കാര്യങ്ങളാണ് സംശയമില്ല. നമുക്കറിയാം, പെരുന്നാൾ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവച്ചു. ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാർ സംഘത്തിന്റെ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ താല്പര്യമുള്ള വോട്ട് ചെയ്താൽ മതി, അവർ പെരുന്നാളിനെ വോട്ട് ചെയ്തതിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാൻ ഭരണസമിതിയുടെ പ്രസിഡന്റടക്കമുള്ള ആളുകൾ പറയുന്നത്. അക്ബർ ഹാജി അധ്യക്ഷനായി. DCC മെമ്പർമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, PMA ജബ്ബാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK നസീർ, സുധീർ G കൊല്ലാറ, ശശി കാരയിൽ, അബ്ദുറഹിമാൻ മാസ്റ്റർ, KK അഫ്സൽ, PS ഷഹീർ, മോഹനൻ കാട്ടിക്കുളം, സജയ് വയനപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഈഴവത്തെ കാവുത്തീയ സമുദായങ്ങളുടെ കോർഡിനേഷൻ വാദ്യാർ മഹാസഭ കയ്പമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസും പുസ്തക പ്രകാശനവും നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഈ വാദ്യാർ മഹാസഭയുടെ കീഴിൽ നടക്കുന്ന കയ്പമംഗലം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്.
1 വർഷം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ധാരണകളൊന്നും ഇല്ല. എങ്കിലും വെച്ചാൽ ചുരുങ്ങിയ കുടുംബങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഏരിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളെപ്പറ്റി അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. എന്തായാലും ആദ്യത്തെ സംഭവമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എന്നെ ഇതിൽ ക്ഷണിച്ചതിലും ഈ സഭയുടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇങ്ങനെയൊരു സംഗമത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സഭയുടെ അതായത് നമ്മുടെ ഉദ്ദേശം നമ്മൾ സംഘടിച്ച് ശക്തരാവുക എന്നതുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചും നമുക്ക് ഒരേ നല്ല പ്രവർത്തനങ്ങളിലൂടെ പേരെടുക്കാനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ നല്ല നിലവാരം പുലർത്താനും. യൂണിറ്റ് പ്രസിഡന്റ് തമ്പിരാജ് അധ്യക്ഷനായി. സുരേഷ് ചേർത്തല, ജഗതി രാജൻ, മാധവൻ മാടക്കത്തറ, രാമകൃഷ്ണൻ കൊടുങ്ങല്ലൂർ, ഷീല സുന്ദരൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മധുമുക്തി ലഹരി വിരുദ്ധ കർമ്മ പരിപാടി സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ പൈലറ്റ് പദ്ധതി എന്നുള്ള നിലയ്ക്ക് 140 ഗ്രാമപഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആകെ 140 ഗ്രാമപഞ്ചായത്തുകളെയാണ് ഒന്നാം ഘട്ടമായി ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കുടുംബശ്രീ മിഷന്റെയും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തോടുകൂടി അഡിക് ഇന്ത്യ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അങ്ങനെ യുവജനക്ഷേമ ബോർഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ 7 ലക്ഷം കുടുംബങ്ങൾ 30 ലക്ഷം ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി ഈ സംസ്ഥാനത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് മധുമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സിഇഒ ശ്രീരാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബു വല്ലത്ത്, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KN ലത, പഞ്ചായത്ത് അംഗങ്ങളായ PS സുന്ദരേശൻ, കരുണ മനോജ്, സിന്ധു സന്തോഷ്, ജീജ രാധാകൃഷ്ണൻ, സാമി പട്ടരുപുരയ്ക്കൽ, ഷീഭ പ്രമോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപിനാഥ്, കുടുംബശ്രീ ചെയർപേഴ്സൺ രാജി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ആശ്രയമായ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ച വിധവയായ വീട്ടമ്മയ്ക്ക് സർക്കാരിന്റെ കാരുണ്യ കൈനീട്ടം. എടത്തിരുത്തി 5-ാം വാർഡിൽ ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് കൊച്ചത്ത് പ്രമീള സുബ്രഹ്മണ്യനാണ് സർക്കാർ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുക ചൊവ്വാഴ്ച MLA VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇവരുടെ വീട്ടിലെത്തി കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, വൈസ് പ്രസിഡന്റ് ബാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗം AK ജമാൽ, വില്ലേജ് ചാർജ് ഓഫീസർ റജുല റഷീദ്, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഷാബിൻ എന്നിവർ സന്നിഹിതരായി. 8 മാസം മുമ്പാണ് പ്രമീളയുടെ മകൻ അശോകൻ ചന്ദ്രാപ്പിന്നി ഉപ്പുംതുരുത്തി കടവിൽ മുങ്ങി മരിച്ചത്. വഴിയമ്പലം പടിഞ്ഞാറു ഭാഗത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ ഹോട്ടലിനു പിന്നിൽ മാലിന്യ കൂമ്പാരം. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമീപത്തെ തോട്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതുമൂലം തോടിന്റെ ഒഴുക്ക് തന്നെ നിലച്ച അവസ്ഥയിലാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികളും ബന്ധുക്കളും നാട്ടുകാരും ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ഹോട്ടലിന്റെ പിൻഭാഗമാണ് മാലിന്യം കുന്നുകൂടി ദുർഗന്ധപൂരിതമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പരിശോധനയെ തുടർന്ന് ഈ ഹോട്ടലിന് മാലിന്യം നീക്കാൻ നോട്ടീസ് നൽകിയതായി പറയുന്നു. ഇനിയൊരു ഇടവേള.